ഇടുക്കിയിൽ ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാവുകയും കൃഷിയിടങ്ങളിലൊക്കെ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അതുപോലെ വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന ടെമ്പോ ട്രാവലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒലിച്ചു പോകുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ അവിടുത്തെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഒരാഴ്ച പെയ്യേണ്ട മഴ ഒറ്റ 3 മണിക്കൂർ കൊണ്ട് അവിടെ പെയ്തു. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായത് എന്നാണ് അവർ പറയപ്പെടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വനത്തിൽ ഉരുൾപൊട്ടി എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും കനത്ത നാശനഷ്ടങ്ങളാണ് കട്ടപ്പനയിലെ കൂട്ടാറും മുണ്ടിയരിമ പ്രദേശങ്ങളിലൊക്കെയായിട്ട് വ്യാപകമായിട്ടുള്ള കൃഷിനാശവും അതുപോലെ തന്നെ നിരവധി വീടുകളിൽ ഉൾപ്പെടെ 2018 പ്രളയത്തിൽ പോലും വെള്ളം കയറാതിരുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം കനത്ത ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കനത്ത പ്രളയം അല്ലെങ്കിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടായത്. നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും അനവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കൃഷി ഉൾപ്പെടെയുള്ള വളരെ കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള ഇടുക്കിയിലെ മലയോര കർഷകരെ ഈ 2-3 മണിക്കൂർ കൊണ്ട് പെയ്ത മഴ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അവരെ സംബന്ധിച്ച് ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ സർക്കാർ ഈ ഒരു നടപടി സ്വീകരിക്കണം. കാരണം കർഷകരെ സംബന്ധിച്ച് അവരുടെ വളരെ മാസങ്ങളുടെ അധ്വാന ഫലമൊക്കെ മണിക്കൂറുകൾ കൊണ്ട് ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയിട്ടുണ്ട്. മുണ്ടിയരിമ, കൂട്ടാർ, അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും ഇത്രയും നാളും ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ 2-3 മണിക്കൂർ കൊണ്ട് ഒഴുകിയെത്തിയത്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിലും കനത്ത രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് ഷട്ടറുകൾ ഒക്കെ ചിലതൊക്കെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത്തരം വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഈ ഇടുക്കിയുടെ ഈ അടുത്തുനിന്നും പുറത്തു വരുന്നത്.